മുടപ്പല്ലൂർ തെക്കംചേരി EMS ജനകീയ വായനശാലയും പാലക്കാട് ട്രിനിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി കണ്ണാശുപത്രിയും സംയുക്തമായി സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പ് നടത്തി. 200ഓളം പേർ ക്യാമ്പിൽ പങ്കെടുത്തു. വാർഡ് മെമ്പർ വി ജയകുമാർ ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പിനെക്കുറിച്ച് ആശുപത്രി AGM പ്രദീപ് ബാലകൃഷ്ണൻ വിശദീകരിച്ചു. അതിലിപ്പോൾ പണ്ട് ഞങ്ങൾക്കറിയാം, ഒരു 40 വയസ്സ് 50 വയസ്സിന് ശേഷം കണ്ണട വെക്കേണ്ട ഒരു സ്റ്റേജുകളൊക്കെ മാറിപ്പോയി. ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ടുള്ള ഒരു ജനറേഷനായിട്ട് മാറാൻ പോകുന്ന ഒരു കാലഘട്ടമാണ് ഇനി കുട്ടികളുടെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. അതിനുള്ള കാരണക്കാരും നമ്മൾ തന്നെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളുടെ ഒരു സൗകര്യത്തിനായിട്ട് നമ്മൾ ചെറിയ കുട്ടികൾക്ക് എന്ത് ചെയ്യും? ആദ്യം എന്ത് കൊടുക്കും? കരയാതിരിക്കാൻ ഫോൺ കൊടുക്കും അല്ലേ? നമ്മളെല്ലാവരും ആ കുട്ടികൾക്ക് ഒരു സ്ഥലത്ത് ഇരുത്താൻ വേണ്ടി ഞങ്ങൾ മൊബൈൽ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഭാവിയിൽ നിങ്ങൾ സമ്പാദിക്കുന്ന സമ്പാദ്യങ്ങളെല്ലാം അവർക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തേണ്ടി വരും. അപ്പൊ അതിന് കൃത്യമായിട്ടുള്ളൊരു സ്ട്രിക്റ്റ് നിങ്ങളുടെ കുട്ടികൾക്കാണെങ്കിലും അത് അവർക്കൊരു കാഴ്ചക്കുറവ് വരും എന്നുള്ളൊരു ബോധ്യം നമുക്ക് ഉണ്ടാവണം. അതുപോലെ നമ്മുടെ ഭക്ഷണ ക്രമീകരണങ്ങൾ, നമ്മളുടെ പണ്ടത്തെ കാലഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ ചീരയും മുരിങ്ങയും ക്യാരറ്റും അങ്ങനെയുള്ള വെജിറ്റബിൾസ് കൂടുതലായി കൊടുത്ത് അവരുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് പകരം ഇപ്പോഴത്തെ ഫാസ്റ്റ് ഫുഡ് അവരുടെ ആരോഗ്യസ്ഥിതി തന്നെ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. അപ്പം മിക്ക ആൾക്കാരും മാക്സിമം നമ്മുടെ ആരോഗ്യം ആദ്യം ശ്രദ്ധിക്കുക. നമുക്ക് പൈസ എന്നുള്ളത് രണ്ടാമതാണ്, നമ്മുടെ ആരോഗ്യമാണ് ആദ്യം വലുത്. ഇപ്പോൾ നമുക്ക് അടുത്ത ജനറേഷൻ എന്ന് പറയുമ്പോൾ type 1 ഷുഗർ, നമുക്ക് ഷുഗറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാഴ്ചക്കുറവ് വരാം. അപ്പം മിക്ക ആൾക്കാരും ഷുഗർ ചെക്ക് ചെയ്യണം വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിൽ. ഇപ്പൊ പണ്ട് നമ്മളൊരു 40 വയസ്സ് 50 വയസ്സിന് ശേഷം ഷുഗർ ചെക്ക് ചെയ്യുന്ന ആൾക്കാരുടെ കാലഘട്ടം മാറി. ഇപ്പോൾ ഒരു 20 വയസ്സിന് ശേഷം നിങ്ങൾ ഷുഗർ ചെക്ക് ചെയ്തിരിക്കണം. കാരണം കൊറോണയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നമ്മൾ type 1 ഷുഗർ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. സെക്രട്ടറി വി റിജോഷ് അധ്യക്ഷനായി. K പ്രദീപ്, ശ്രുതി പ്രമോദ് എന്നിവർ പ്രസംഗിച്ചു. UTV ന്യൂസ്, പാലക്കാട്.